ആദം നബിക്ക് മുമ്പ് മനുഷ്യരെ പോലെ നടക്കുമായിരുന്ന, മനുഷ്യരെ പോലെ ബോണുകൾ, എല്ലുകൾ ഉണ്ടായിരുന്ന ജീവികൾ ഇവിടെ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. മില്യൺ കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് കണ്ടെത്തിയ ഫോസിലുകൾ മനുഷ്യൻ്റേത് എന്ന് പറയുമ്പോൾ നമ്മൾ പറയും മനുഷ്യനെ പോലെ തോന്നിപ്പിക്കുന്ന ജീവികളുടേത്. മനുഷ്യൻ എന്ന് അള്ളാഹു പറയുന്നത് ആദം നബിയുടെ മക്കളെയാണ്. ആദം നബിയുടെ കാലഘട്ടം ഇവിടുന്ന് ഒരു 20,000-ത്തിനപ്പുറത്തേക്ക് കണക്കാക്കുക സാധ്യമല്ല. പക്ഷേ നമ്മുടെ മുമ്പ് ഡൈനോസറുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. നിവർന്നു നടക്കുന്ന മറ്റു ജീവികൾ കടന്നു പോയിട്ടുണ്ടാകാം. ഭൂമി അതിനു മുമ്പുണ്ട്. എന്നാൽ അള്ളാഹു അറിവ് നൽകിയത് പൂർണ്ണ മനുഷ്യനായി ഭാഷയും അറിവും ചിന്തയുമുള്ള ആദ്യപിതാവിനാണ്. ആ മക്കളെക്കുറിച്ചാണ്, ആദം നബിയുടെ മക്കളെക്കുറിച്ചാണ് ഖുർആൻ പറയുന്നത്. വലഖദ് കറംനാ ബനി ആദം വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ വറസഖ്നാഹും മിനത്ത്-ത്വയ്യിബാത്ത് വഫളൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖ്നാ തഫ്ദീലാ. സയൻസ് പഠിക്കുന്ന മക്കൾ ശ്രദ്ധിച്ചു മനസ്സിലാക്കണം. ദശലക്ഷക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് കണ്ടെത്തിയ ഫോസിലുകൾ എന്ന് പറയുന്നത് മനുഷ്യൻ എന്ന് പറയുന്ന ആദം നബിയുടെ സന്തതികളുടേതാവാൻ ഒരു സാധ്യതയുമില്ല. എന്നാൽ മനുഷ്യനെ പോലെ നടന്ന ജീവികൾ ഉണ്ടായിരിക്കാം. നമുക്കത് നിഷേധിക്കാൻ കഴിയില്ല. സാധ്യതയുണ്ട്. ആദം അലൈഹിസ്സലാം, അള്ളാഹു ആദം നബിയെ പടക്കുന്നത് പ്രപഞ്ചത്തിലേക്ക്, ഭൂമിയിലേക്ക് അള്ളാഹുവിൻ്റെ പ്രതിനിധിയായിട്ടാണ്. എമിസറി, അംബാസഡർ ഓഫ് അള്ളാഹ്.